ലേണേഴ്സിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു മെസ്സേജാണിത്. നമ്മൾ ലേണേഴ്സിൻ്റെ ടെസ്റ്റ് ദിവസം രാവിലെ 8 മണിക്കാണ് ആറ്റിങ്ങൽ RTO ഓഫീസിൽ എത്തേണ്ടത്. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് കൂടാതെ ഏജ് പ്രൂഫായി നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. അതുകൂടാതെ അഡ്രസ് പ്രൂഫായിട്ട് കൊടുത്തിരിക്കുന്ന ആധാറിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. ഈ ഡോക്യുമെൻറ്റ്സാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് കൂടാതെ നമ്മൾ RTO ഓഫീസിൽ കൊണ്ടുപോകേണ്ടത്. 8 മണിയാകുമ്പോൾ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് പേപ്പർ വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് കൂടാതെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, അത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് സാറ് ചോദിക്കുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കുകയും സാറ് എൻ്റർ ചെയ്തിരിക്കുന്നതും നമ്മളെ സർട്ടിഫിക്കറ്റും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുകയും ചെയ്യും. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പറിനകത്ത് യൂസർ നെയിം പാസ്വേഡ് എഴുതി പേപ്പർ നമ്മുടെ കയ്യിൽ തിരിച്ചു തരും. അത് കഴിഞ്ഞാൽ യൂസർ നെയിം സാർ ആ പേപ്പറിനകത്ത് എഴുതും, പാസ്വേഡ് വരുന്നത് നമ്മുടെ മൊബൈലിലായിരിക്കും. അത് കഴിഞ്ഞ് RTO ഓഫീസിനകത്തുള്ള കമ്പ്യൂട്ടറുകളിലൊന്നിൽ നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തുകയും അവിടെ സ്വയം നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയോ, അതല്ല കമ്പ്യൂട്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് പരിജ്ഞാനക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ സാറ് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് സിസ്റ്റം ഓപ്പൺ ചെയ്ത് തരികയോ ചെയ്യും. അപ്പോൾ വരുന്നത് ടോട്ടൽ 20 ക്വസ്റ്റ്യനാണ്. 20 ക്വസ്റ്റ്യനിൽ 12 എണ്ണം ആയി കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് പാസ്സാവും. ഒരു പക്ഷേ 1, 2, 3 ഒക്കെ ഫെയിലായി പോയാലും നമ്മൾ ടെസ്റ്റ് ഫെയിലാവുകയില്ല. 3 ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ പാസ്ഡ് എന്ന് കാണിക്കും. അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി അഥവാ നമ്മങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റം ഹാങ് ആവുകയോ മറ്റെന്തെങ്കിലും മൗസ് വർക്ക് ചെയ്യാതാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സാറിനെ വിവരം അറിയിക്കാവുന്നതാണ്. അതിൽ മൗസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കീബോർഡിൽ ഉത്തരം നമുക്ക് വരുമ്പോഴത്തേക്ക് 1, 2, 3 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് 1 ആണെന്നുണ്ടെങ്കിൽ കീബോർഡിൽ 1 അടിച്ച് എൻ്റർ അടിച്ചാൽ മതി. 2 ആണെങ്കിൽ 2 അടിച്ച് എൻ്റർ ചെയ്താൽ മതി. സിസ്റ്റം ഹാങ് ആവുന്നെങ്കിൽ അപ്പോൾ തന്നെ സാറിനെ അറിയിക്കുക. ഇനി അഥവാ സിസ്റ്റം ഹാങ് ആകുമ്പോൾ സാർ അടുത്തില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ സിസ്റ്റം അങ്ങ് ഓക്കെ ആവുകയും നിങ്ങൾ ചെയ്തതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. അപ്പോൾ ലേണേഴ്സിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ സാരഥി പരിവാഹൻ എന്നടിക്കുക. SARTHIPARIVAHAN സാരഥി പരിവാഹൻ അടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പരിവാഹൻ സേവ എന്ന ഒരു ഇത് വരും. പരിവാഹൻ സേവ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈസൻസ് റിലേറ്റഡ് സർവീസസ് വരും, ഡ്രൈവേഴ്സ് ലേണേഴ്സ് ലൈസൻസ്. അതിൽ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ കേരള സെലക്ട് ചെയ്തു. അത് കഴിയുമ്പം ലൈസൻസ് മെനു എന്നൊരു ഓപ്ഷൻ വരും. ലൈസൻസ് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ ലേണേഴ്സ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ലേണേഴ്സ് ലൈസൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെനു ബാർ ഓപ്പൺ ആവും. ആ മെനു ബാറിൽ താഴെ നിന്ന് രണ്ടാമത് മോക്ക് ടെസ്റ്റ് ഫോർ LL നമുക്ക് കാണാൻ കഴിയും. അതിൽ ആ മോക്ക് ടെസ്റ്റ് ഫോർ LL നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആപ്ലിക്കൻ്റെ പേരടിക്കാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ പേരടിക്കുന്നു, കാവേരി എന്ന് നമ്മൾ അടിച്ചു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളവിടെ എൻ്റർ ചെയ്യുന്നു. ഈ ഒരു മോഡിലായിരിക്കണം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. ലാംഗ്വേജ് മലയാളം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. സ്റ്റേറ്റ് നമ്മൾ കേരള സെലക്ട് ചെയ്തു. അപ്പോൾ എക്സാം വിത്തൗട്ട് ഓഡിയോ അതിലൊന്നും ചെയ്യേണ്ട. അത് കഴിഞ്ഞ് സൈൻ ഇൻ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. പ്ലീസ് എൻ്റർ ക്യാരക്ടേഴ്സ് ഒൺലി എന്ന് കാണിക്കുന്നു. അത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അപ്പോൾ നിങ്ങൾ വേറൊരു മൊബൈലിൽ ചെയ്യുമ്പം അത് ഓക്കെ ആവും. ഇവിടെ ഇപ്പോൾ കറക്റ്റ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഒഴിവാക്കിയപ്പോഴത്തേക്കാണ് ഇത് കറക്റ്റ് ആയത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നു, മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാവുന്നത് എപ്പോൾ? അപ്പോൾ ഇവിടെ ഉണ്ട്, ഉത്തരവുണ്ട്. ആ വാഹനം വലതുവശത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗം വരെ എത്തുമ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ നമ്മൾ 1 അടിച്ചു, എന്നിട്ട് സബ്മിറ്റ് അടിക്കുക. ഇവിടെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 9 സെക്കൻഡ്, 8 സെക്കൻഡ്. സബ്മിറ്റ് ആയപ്പം ആദ്യത്തെ ഉത്തരം കറക്റ്റായി നമുക്ക് 1 മാർക്ക് കിട്ടിയതായിട്ട് കാണാൻ കഴിയും.
കണ്ട 1 മാർക്ക് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നു, മോട്ടോർ സൈക്കിളിന് കേരളത്തിലെ പൊതുനിരത്തുകളിൽ അനുവദിച്ചുള്ള പരമാവധി വേഗത 60 കിലോമീറ്റർ, 70 കിലോമീറ്റർ, പരിധിയില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 60 അടിക്കുന്നത് എന്ന് നോക്കുക. 60 എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പം കണ്ട 60-ൽ തെറ്റ് ചുവപ്പും വന്നു, മറ്റേതിൽ പച്ചയായി. അപ്പം പച്ചയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പച്ച ഏത് വരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ പബ്ലിക് സ്ഥലത്ത് ഓടിക്കുന്നത് രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ പബ്ലിക് സ്ഥലത്ത് ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്, നിയമപരമാണ്, അത്യാവശ്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് ഉത്തരം നിയമവിരുദ്ധമാണ്. അപ്പോൾ നമ്മൾ 1 എന്നടിച്ചാൽ പച്ചയായിരിക്കും വരിക, പകരം നമ്മൾ 2 അടിക്കുകയാണ്, അതായത് തെറ്റടിക്കുകയാണ്. തെറ്റടിച്ചിട്ട് സബ്മിറ്റ് ചെയ്തോ കണ്ട ആ തെറ്റ് ചുവപ്പായി, പച്ച 1. അപ്പോൾ ഇങ്ങനെ ഈ പച്ചയെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടുങ്ങിയ പാലം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടണം. അപ്പോൾ ഉത്തരം 1, നമ്മളത് എൻ്റർ ചെയ്തു. മുന്നിൽ ഇടുങ്ങിയ പാലം 2 നമ്മൾ എൻ്റർ ചെയ്തു, കണ്ട സബ്മിറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 10-ൽ 6 മാർക്ക് വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് പാസ്സായി. അപ്പോൾ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആവും. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് വിദ്യാർത്ഥികൾ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.